കർത്താവും രക്ഷിതാവും ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ദൈവജനത്തിൻ്റെ മുമ്പാകെ എഴുന്നേൽപ്പാൻ ആയുസ്സും ആരോഗ്യം നൽകിയ ദൈവത്തിന് സ്തോത്രം. വീരത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സുബോധത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ആത്മാവിനെ അത്രേ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ശക്തിയും ധൈര്യവും ഒരു സുബോധവും നൽകിയ ദൈവത്തിന് സ്തോത്രം. നമ്മൾ പാടാറുണ്ട്, നാളും മാസവും ആണ്ടും പാപപ്പാഴിലിൽ പോക്കിയ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനം കേട്ടപ്പോൾ, ജീവധ്വനി കേട്ടപ്പോൾ കണ്ണ് തെളിഞ്ഞ് ആനന്ദിക്കുന്ന ഒരനുഭവം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് പാടാറുള്ള വിവാഹ ഉദാശയിൽ പാടാറുള്ള പാട്ടിൻ്റെ രണ്ട് ശീലാണ്. നാളും മാസവും ആണ്ടും ഞാൻ പാപപ്പാഴിരുളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്ദിച്ചേ. നാളും മാസവും ആണ്ടും പാപപ്പാഴിലിൽ പോക്കിയ മനുഷ്യജീവിതങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനം കേട്ടപ്പോൾ, സത്യവചനം കേട്ടപ്പോൾ കണ്ണ് തെളിഞ്ഞു, സുബോധം ലഭിച്ചു, വീരത്വം മാറി, സ്നേഹത്തിൻ്റെ ആത്മാവിനെ പകർന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഒരിക്കലും പാപിയെ തള്ളിക്കളയാതെ, പാപവഴിയിൽ ജീവിച്ചവനാണല്ലോ എന്ന് പറഞ്ഞ് തള്ളിക്കളയാത്ത പാപിയെ തേടി വന്ന യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ കൃപ ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എൻ്റെ 32-ാമത്തെ വയസ്സിൽ കടന്നു വരുവാൻ ഭാഗ്യം ലഭിച്ചു. ഭാഗ്യകരമായ പരിശുദ്ധാത്മാവിൻ്റെ നല്ല കൂട്ടായ്മയിൽ അങ്ങനെ ജീവിച്ചു വരുന്ന കാലം. എന്നാൽ അതെല്ലാം തകിടം മറിഞ്ഞു പോവുകയും, എന്നാൽ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായപ്പോൾ, അതിനോടെല്ലാം ചില കാര്യങ്ങളെല്ലാം ശക്തമായി എതിർത്ത് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ദൈവം ആക്കി തീർത്തു. എനിക്കറിയാം, മോശയെ ഫറവോൻ്റെ കീഴിൽ നിന്ന് വിടിവിക്കണമെങ്കിൽ ഒരു മിസ്രൈമിനെ അടിച്ച് കൊന്ന് അവിടെ മണലിൽ കുഴിച്ചിട്ടു. പിറ്റേ ദിവസം അത് വെളിച്ചത്താകുമെന്ന് കണ്ടപ്പോൾ മോശ അവിടെ നിന്ന് ഓടി. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൂട്ടായ്മയിൽ കൊണ്ടുവരാൻ ദൈവത്തിന് ചില പദ്ധതി ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എനിക്കും സുഖകരമായി ആ രംഗത്ത് എൻ്റെ വയറ് നോക്കി, അതായത് ദൈവം അവരുടെ വയറെന്നൊരു വാക്യമുണ്ട്, എൻ്റെ വയറ് നോക്കി, എൻ്റെ ശമ്പളം നോക്കി എനിക്ക് സുഖമായിട്ട് അവിടെ നിൽക്കാമായിരുന്നു. പക്ഷേ എന്നെ വിളിച്ച ദൈവത്തിന് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു. എന്നെ വിളിച്ച ദൈവത്തിന് വ്യക്തമായ കാര്യപരിപാടി ഉണ്ടായിരുന്നു. ഒരിക്കലും എന്നെ ഈ ലോകത്തിൻ്റെ വഴിയിലേക്ക് വിട്ടുകളയാൻ ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് എന്നെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൂട്ടായ്മയിൽ കൊണ്ടുവന്നു. ഞാൻ 2020 ചില പഴിയും ദൂഷിയെല്ലാം എന്നെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം എനിക്ക് ഭയങ്കര അമർഷവും വാശിയും വൈരാഗ്യങ്ങളും പ്രതികാര ചിന്തകളും ഞാനും ചിലതെല്ലാം ചെയ്തു. എന്നാൽ ഇന്ന് ഓർക്കുമ്പോൾ അത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, ഉപേക്ഷിച്ചു. എന്നാൽ ഇന്ന് എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞവരോടും എനിക്ക് സ്നേഹം മാത്രം. ആരാണ് പറഞ്ഞതെന്ന് അറിയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു സുബോധത്തോടെ, ധൈര്യത്തോടെ, ഒരു പ്രാഗൽഭ്യത്തോടെ ദൈവം നിർത്തിയിരിക്കുന്നു. കാരണം ഞാൻ ഈ കൂട്ടായ്മയിൽ വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്നൊരു ദൈവബോധനോട് പറഞ്ഞു, രാജു ആ കൂട്ടായ്മയിൽ പോയത് ലക്ഷങ്ങൾ ഡീല് നടത്തിയിട്ടാണെന്ന്. ഞാനത് പറഞ്ഞ വ്യക്തിയെ പേര് പറഞ്ഞ് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കാരണം അത് ഞാൻ സന്തോഷിച്ച് തുള്ളിച്ചാടി. കാരണം സ്വർഗത്തിൽ എനിക്ക് പ്രതിഫലമുണ്ട്. സകല തിന്മയും കളവായി പറയുമ്പോൾ അങ്ങനെ പലവിധമായ വാർത്തകളെല്ലാം വന്നു, പലതും പറഞ്ഞു. എന്നാൽ അതൊന്നും എൻ്റെ ഹൃദയത്തെ തൊട്ടില്ല. എന്നാൽ ഇന്നെൻ്റെ പ്രത്യാശയോടെ നിർത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വതാണ് എൻ്റെ പ്രത്യാശ. ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം. ഇന്ന് ഉയർപ്പിൻ്റെ ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഏറ്റവും സമാധാനത്തോടും ധൈര്യത്തോടും പ്രത്യാശയോടും നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തിയിരിക്കുന്നു. കാരണം
നമ്മൾ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒരിക്കലും നമ്മൾ തള്ളിക്കളയില്ല, വഴി ഇട്ടിട്ട് പോവുകയില്ല. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം അതാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ നിങ്ങൾ തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു മനുഷ്യൻ ഭീരുവായിപ്പോയി. എന്നാൽ അവനെ ധൈര്യപ്പെടുത്തി, ബലപ്പെടുത്തി, അവനെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസറിനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. ഒരു ദൂതൻ വന്ന് ഒരു കരുവേലത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. മിദ്യാന്യർ എന്ന് പറഞ്ഞാൽ ശത്രു സൈന്യം തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൈവവേദയിൽ പേടിച്ച്, അന്ന് മുന്തിരി വിളവിൻ്റെ കാലമല്ല. എന്നാൽ മുന്തിരി വിളവിൻ്റെ കാലമല്ലാത്തതുകൊണ്ട് അവിടെ ആരും കൃഷി ചെയ്യാത്ത സ്ഥലം ആ സമയം അല്ലാത്തതുകൊണ്ട് അവിടെ ആരും ഈ ശത്രുക്കളൊന്നും വന്ന് അപകരിക്കാൻ ഈ മോഷ്ടാക്കൾ വരില്ല. അതുകൊണ്ട് അവിടെ കൊണ്ടു വെച്ച് ഗോതമ്പ് മെതിക്കുകയാണ്. വായിക്കാം. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പേടിച്ച്, ശത്രുവിനെ പേടിച്ച് മുന്തിരിച്ചക്കിൻ്റെ അടിയെ കൊണ്ട് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരുന്ന ആളെ കർത്താവ് വിളിക്കുകയാണ്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ അവൻ പറയുകയാണ്, പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നതെന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് മാനസാന്തരപ്പെട്ട് മിസ്രയീമിൻ്റെ അടിമത്തിന്, ഫറവോൻ്റെ അടിമത്തിൽ നിന്ന് പോകുന്ന പോലെ നമ്മൾ പലരും പോന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് മരുഭൂമിയിൽ ഒരു വരണ്ട അവസ്ഥ, മരുഭൂമിയിൽ തളർന്നുപോയ അവസ്ഥ. അപ്പോൾ യഹോവ എന്നെ കൈവിട്ടു, ദൈവസാന്നിധ്യമില്ലാത്ത അവസ്ഥ, ശരിയായ രീതിയിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ സന്തോഷവും സമാധാനവും ഇല്ലാത്ത അവസ്ഥ, ശരിയായ രീതിയിലുള്ള പ്രാർത്ഥനയും പ്രത്യാശയും വേദപുസ്തകവായനയും എല്ലാം നഷ്ടപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ഒരു നിരാശ വന്ന്, അങ്ങനെ പണ്ടത്തെ കൃപ എവിടെയേ? ഞാൻ ഒരു കാലത്ത് ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ടവനാണല്ലോ, എന്നിട്ട് ഇപ്പോൾ എന്താണ് ഇങ്ങനെ വന്നേക്കണേ? ശത്രുക്കൾ എന്നെ ആക്രമിക്കുന്നത് എന്താണ്? ശത്രു എന്നെ ഉപദ്രവിക്കുന്നത് എന്താണ്? ആ കൃപകൾ എവിടെയെന്ന്, യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങൾ എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു സങ്കടകരമായ അവസ്ഥ, ഒരു മരുഭൂ യാത്രയുടെ അവസ്ഥയുണ്ട്. നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ ശരിയാണ്, ഒരു വരൾച്ച വരാം, ആത്മീയ ജീവിതത്തിൽ വരൾച്ച വരാം, ചില പ്രശ്നങ്ങൾ വരാം, കടബാധ്യതകൾ വരാം, രോഗങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, ജോലിയിൽ പ്രശ്നമുണ്ടാകാം, പലവിധമായ വിഷയങ്ങളുണ്ടാകാം, ആത്മീയമായ തളർച്ചകൾ പറ്റാം, വീഴ്ച പറ്റാം, താഴ്ച പറ്റാം, കുറവുകൾ വരാം. എന്നാൽ അവനെ വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞ ദൈവമല്ല നമ്മുടെ യേശുക്രിസ്തു. കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ തള്ളിപ്പറയുകയും പടവും വിലയെടുത്തെല്ലാം പിന്മാറിപ്പോവുകയും ചെയ്ത എല്ലാ പത്രോസിനെ, പ്രത്യേകിച്ച് പത്രോസിനോടും പറഞ്ഞ് അന്ന് മഗ്ദലക്കാരത്തി മറിയയോട് പറഞ്ഞു, ഒരിക്കലും മറന്നു കളയുന്ന ദൈവമല്ല. ദൈവം നമ്മളിൽ ആശ വെച്ച് വിളിച്ചത് എന്താണോ അത് നമ്മൾ നിർവഹിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എവിടെ ഒളിച്ചിരുന്നാലും, ഇവിടെ മുന്തിരിച്ചക്കിൻ്റെ അരികെ പോയി ഒളിച്ചിരിക്കുന്ന ദൈവനോട് പറയുകയാണ്, നീ പരാക്രമശാലിയാണ്, നിന്നെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. അടുത്ത വാക്യം വായിക്കാം. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. സ്തോത്രം. ഭീരുവായ ഗിദെയോന്റെ മേൽ ശക്തി പകരുന്നു. ഈ ബലത്തോടെ പോവുക. യഹോവയായ ദൈവം പറയുകയാണ്, നീ ഈ ബലത്തോടെ പോവുക, മിദ്യാന്യരെ തോൽപ്പിക്കാൻ നിന്നെ ഞാൻ വിടാൻ പോവുകയാണ്. അപ്പോൾ ഈ മനുഷ്യനായ നമ്മൾ സാധാരണ മനുഷ്യർ പറയും പോലെ മോശ പോലും പറഞ്ഞു, അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനുഷ്യയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്കുള്ളവൾ, എല്ലാവർക്കും ഉള്ളവൾ ന്യായീകരണം, അയ്യോ ഞാൻ എങ്ങനെ ചെയ്യാനാണ്, എനിക്കെന്നെ കഴിവില്ല, എനിക്കെന്നെ പ്രാപ്തിയില്ല. മോശ പറഞ്ഞ പോലെ അതിനൊക്കെ നല്ല ആൾക്കാർ വേറെയുണ്ട്, അവരെ ഉപയോഗിക്കുക എന്നെല്ലാം പറഞ്ഞ് യഹോവയുടെ മുമ്പിൽ ഒഴിവൊഴിവ് പറഞ്ഞ പോലെ ഇവനും പറയുകയാണ്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേൽ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച്
ഞാൻ ചെറിയവനും അല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിസ്സാര മനുഷ്യനാണ്. എന്നാൽ കർത്താവിന് വേണ്ടത് നമുക്കറിയാം. ഓശാനയെ കേട്ട പോലെ അന്ന് കർത്താവിന് വേണ്ട കുതിരകളെയല്ല, സിംഹത്തെയല്ല, കഴുതകൾ മതി. സ്വന്തമായി അവകാശവാദങ്ങളും സ്വന്തമായ കഴിവും സ്വന്തമായ അറിവും സ്വന്തമായ ജ്ഞാനവും സ്വന്തമായ വേദപുസ്തക പാണ്ഡിത്യവും സ്വന്തമായ BD ഡിഗ്രിയും ഡോക്ടറേറ്റും ഒന്നുമില്ലാത്ത സാധാരണ മനുഷ്യരെ അന്ന് കർത്താവ് വിളിച്ച് വേർതിരിച്ചത്. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരെ, പത്രോസ്ലിയെയും മീൻപിടുത്തക്കാരെയെല്ലാം വിളിച്ചു. ഒരിക്കൽ പത്രോസ്ലിയ, ഞാൻ പറയുകയാണെങ്കിൽ പത്രോസ്ലിയുടെ വിദ്യാഭ്യാസ യോഗ്യത പറയുകയാണെങ്കിൽ, പത്രോസ്ലിയ യേശുവിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, സഹോദരൻ പിഴയ്ക്കുകയാണെങ്കിൽ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ നീ എന്ന് ചോദിച്ചു. പത്രോസ്ലിയ എടുത്തിയാട്ടക്കാരാണ്, അങ്ങനെ കർത്താവിനോട് വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. കർത്താവ് പെട്ടെന്ന് തന്നെ ഒരു ഗുണനപ്പട്ടിയെ പറഞ്ഞു. 70 വട്ടം എന്ന് പറഞ്ഞു. പിന്നെ പത്രോസ് ഒന്നും മിണ്ടിയില്ല. കാരണം പത്രോസിനെ കൊണ്ട് അത് ഗുണിച്ച് നോക്കാനൊന്നും കഴിയില്ല. ഞാൻ എൻ്റെ അവസ്ഥ വെച്ചാണ് പറയുന്നത്. പെട്ടെന്ന് അതുകൊണ്ട് വലിയ ബുദ്ധിയുള്ള ആൾക്കാരെയും വലിയ പ്രാഗൽഭ്യമുള്ള ആൾക്കാരെയൊന്നും കർത്താവിന് വേണ്ട. കർത്താവ് നിസ്സാരന്മാരെ ഉപയോഗിക്കും. അല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടി ഇരിക്കും, നീ മിദ്യാനരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നോട് കൂടെയിരിക്കും. കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൂടെയിരിക്കും. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ വാക്യം, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ നൽകി നമ്മുടെ ഭയം മാറ്റി നമ്മളെ ശക്തീകരിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം, ഞാൻ പലപ്പോഴും ഈ ശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് വന്നപ്പോൾ എനിക്ക് പലവിധമായ പ്രയാസങ്ങളുണ്ടായി. ഇന്ന് എനിക്ക് നല്ല ധൈര്യവും പ്രത്യാശയും നൽകി ഈ ദൈവജനത്തിൻ്റെ മുമ്പായി ഞാൻ നിർത്തിയ ഒരു യേശു ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം വന്നാലും എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം, ഈ ഗിദെയോനെ മറന്നു കളയാത്ത ദൈവം, ഭീരുവാണെങ്കിലും അവൻ ശത്രുസൈന്യത്തെ പേടിച്ച് അവൻ മുന്തിരിച്ചക്കിൻ്റെ അരിയിൽ കൊണ്ട് ഗോതമ്പ് കറ്റ മെതിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനെ തേടി വന്ന സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് നമ്മൾ എവിടെയെല്ലാം പോയി എന്നെക്കൊണ്ട് കഴിവില്ല എന്ന് പറഞ്ഞ്, അല്ല എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, എനിക്ക് യോഗ്യതയില്ല, എനിക്ക് ജയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ എവിടെയെല്ലാം നമ്മൾ പറ്റിക്കിടക്കുന്നുണ്ടെങ്കിലും, ഇന്ന് ആരെല്ലാം അങ്ങനെ ഒളിച്ചിരിപ്പുണ്ടെങ്കിലും അവരെല്ലാം ഇന്ന് സ്വർഗത്തിലെ ദൈവം, ഇന്ന് യൂട്യൂബിലൂടെ ഈ സുവിശേഷം കേൾക്കുന്നവരെല്ലാം അവൻ്റെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ട് ഓരോരുത്തരെയും ഹൃദയത്തോടെ നോക്കിക്കൊണ്ട്, നമ്മുടെ എന്തെല്ലാം ബലഹീനതകൾ ഉണ്ടെങ്കിലും, എൻ്റെ കുലം എളിയതെന്നോ ഞാൻ ചെറിയവനെന്നോ എനിക്ക് കഴിവില്ല എന്നോ അല്ല എനിക്ക് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നോ എന്തെല്ലാം പറയുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം നമ്മൾ ജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ. ഈ യേശുക്രിസ്തു വാസ്തവമായും വിളിച്ച് വേർതിരിച്ച ദൈവമാണ്. അതിന് അപ്പോസ്തല പ്രവൃത്തികളുടെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചതിന് ശേഷം ഒരിക്കലും ആ ജനത്തെ വിട്ടുമാറിയില്ല. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, 40 ദിവസം അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. 40 നാള് ഈ ജനത്തിൻ്റെ കൂടെ ഇരുന്ന് 40 നാള് യേശുക്രിസ്തു ഇവർക്ക് ദൃഷ്ടാന്തം, ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കൊടുത്ത് ദൃഷ്ടാന്തമാക്കി അവർ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി ഈ പടവും വലയെടുത്ത് പോയതിനെല്ലാം മടക്കി കൊണ്ടുവന്നു. തള്ളിപ്പറഞ്ഞവരെയും കൊണ്ടുവന്നു, ചെതറിപ്പോയവരെയും കൊണ്ടുവന്നു, ഓടി ഒളിച്ചവരെയും കൊണ്ടുവന്നു, എമ്മോസിലേക്ക് പോയവരെയും കൊണ്ടുവന്നു. എല്ലാ പീരത്തുള്ള ആൾക്കാരെയും ചേർത്തിരുത്തി 40 ദിവസം അവരോട് കൂടെ ഇരുന്ന് അവരെ ശക്തീകരിച്ച് ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും കൊടുത്ത് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് സ്വർഗാരോഹണം ചെയ്തൊരു ദൈവമുണ്ട് പ്രിയരെ. അതുകൊണ്ട് നമ്മുടെ കൂടെ ഇന്നും ആ യേശുക്രിസ്തു ഉണ്ട്. ആ യേശുക്രിസ്തു ഇന്ന് ആരും നിങ്ങൾ തലകുമ്പിട്ടിരിക്കേണ്ട, ആരും നിരാശപ്പെട്ടിരിക്കേണ്ട. കാരണം ഞാൻ അങ്ങ് ഇരുന്നൊരു വ്യക്തിയായിരുന്നു. എന്നാൽ എനിക്കറിയാം, നമുക്ക് വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ അറിയില്ല. നമുക്ക് വേണ്ടി ഉച്ചരിച്ചുകൂടാത്ത ഞരക്കത്താൽ പക്ഷപാതം ചെയ്യുന്നൊരു പരിശുദ്ധാത്മാവ് ഉണ്ട് പ്രിയരെ. ഞാൻ ഇന്നിവിടെ വന്നിരുന്നതിന് ശേഷമാണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഈ വേദഭാഗം ഞാൻ തപ്പിയെടുത്തത്. വേറൊന്നുമല്ല, എനിക്ക് അത് എൻ്റെ ഹൃദയത്തിലേക്ക് ആ വാക്യം വന്നു. ഞാൻ അതെടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ധൈര്യം നൽകിയ ദൈവം, എൻ്റെ ഉള്ളിലേക്ക് വന്ന ധൈര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സാക്ഷീകരിക്കുന്ന ദൈവം പ്രിയരെ. അതുകൊണ്ട് നമ്മളാരും തലകുമ്പിട്ട് നിരാശപ്പെട്ടിരിക്കേണ്ട. എന്തെല്ലാം വന്നാലും, എന്തെല്ലാം തെറ്റുകൾ വന്നവരാണെങ്കിലും, എന്തെല്ലാം കുറവുള്ളവരാണെങ്കിലും, എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇന്ന് നിരാശപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ ശുശ്രൂഷ തീരുന്നതിന് മുമ്പായിട്ട് യേശുക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്ന് നിങ്ങളുടെ മേൽ കരം വയ്ക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ സ്തോത്രത്തോടു കൂടി
അനുഭവത്തോടുകൂടി യേശുക്രിസ്തുവോട് നിങ്ങൾ പ്രാർത്ഥനയോടെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇന്ന് അത്ഭുതങ്ങൾ ഇന്നിവിടെ നടക്കും. ഇപ്പോൾ നടന്നു കഴിഞ്ഞു. കാരണം ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം എൻ്റെ ഭീരത്വം മാറ്റിത്തന്നു, എനിക്ക് ധൈര്യം നൽകി, എനിക്ക് പ്രത്യാശ നൽകി, എനിക്ക് സ്നേഹം നൽകി, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം എൻ്റെ ഹൃദയത്തിൽ യേശുക്രിസ്തു തന്നതുകൊണ്ട് ഞാൻ അതിനോട് സാക്ഷിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അനുഭവത്തോടെ ഇരിക്കുന്നവരുണ്ട്, അനുഭവം ലഭിച്ചു കഴിഞ്ഞവരുണ്ട്, ഇനിയും ആർക്കെങ്കിലും അനുഭവം ലഭിക്കാത്തവരുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ ഇരുന്നാൽ, നിങ്ങൾ യാചനയോടെ ഇരുന്നാൽ, ഞാനും എനിക്കും ഇനിയും അനേക ആവശ്യങ്ങളുണ്ട്. ഞാൻ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. യേശുക്രിസ്തു ജീവിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വം എടുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.